ഹലോ മൈ വ്യൂവേഴ്സ്, ഐ ആം യുവർ മാൻ ഉമർ. എല്ലാവർക്കും നമ്മുടെ മാക് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോ സീരീസിലേക്ക് സ്വാഗതം. ഗൈസ്, നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ സി എ ഡി മൂസയുടെയാണ് ഗൈസ്. അങ്ങനെ സി എ ഡി മൂസ 2 ഒഫീഷ്യലി അവർ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഡയറക്ടറായ ജോണി ആൻ്റണി റീസെൻ്റായിട്ട് ഒരു പരിപാടി പങ്കെടുത്തപ്പോൾ ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ട് 2027 സി എ ഡി മൂസ 2 ഉണ്ടാവുമെന്ന്. നമ്മുടെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ വൺ പീസിൻ്റെയാണ് ഗൈസ്. ഇത് അപ്ഡേറ്റിനുപരി ഞാനത് വായിച്ചപ്പോൾ എനിക്കെന്തോ നിങ്ങളോടും കൂടി പറയണമെന്ന് തോന്നി. ഞാനപ്പോൾ അങ്ങനെ ആഡ് ചെയ്തതാണ്. നമ്മുടെ ചോപ്പറിൻ്റെ ലുക്കിനെ കുറിച്ചിട്ടാണ് ഗൈസ്. അതായത് നമ്മുടെ വൺ പീസ് ലൈവ് ആക്ഷനിൽ ചോപ്പറിൻ്റെ ലുക്ക് ഉണ്ടല്ലോ ഗൈസ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ്. അതിനെക്കുറിച്ച് ഒരു കാര്യം റിവീൽ ചെയ്തിട്ടുണ്ട്. അതായത് അവർ ആദ്യം നെറ്റ്ഫ്ലിക്സുകാർ നമ്മുടെ ചോപ്പറിൻ്റെ ലുക്ക് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടാണ് ചെയ്യാൻ നോക്കിയത്. അതായത് നമ്മുടെ ബോൺ സ്ട്രക്ചറൊക്കെ വെച്ചിട്ട് പിന്നെ എന്തുകൊണ്ടാണ് ആനിമൽ അനാട്ടമിയൊക്കെ വെച്ചിട്ട് ഭയങ്കരമായിട്ട് റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യാനാണ് ശ്രമിച്ചത്. അപ്പോൾ ഓടെയാണ് അവരോട് പറഞ്ഞാൽ നമ്മുടെ ചോപ്പർ എന്ന് പറഞ്ഞാൽ ക്യൂട്ട്. ഞാൻ അതിൽ വായിച്ച വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഫ്ഡ്, മറ്റേ സ്റ്റഫ്ഡ് ടോയ് എന്നാണ്. ഗൈസ് സ്റ്റഫ്ഡ് ടോയ് എന്നാണ് വായിച്ചത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ടെഡി ബിയറൊക്കെ പോലെ ക്യൂട്ടായിട്ടാണ് ഗൈസ് നമ്മുടെ ചോപ്പർ ഇരിക്കേണ്ട. അപ്പോൾ അവർ കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. പിന്നെ ഓടെ പറഞ്ഞതിനിപ്പോഴാണ് ഇങ്ങനെ മാറിയത്. അതായത് ഇപ്പോൾ കാണുന്ന ലുക്കിലേക്ക് എത്തിയെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ടായി ഗൈസ്. അപ്പോൾ എനിക്കത് വായിച്ചപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തോ തോന്നി, നിങ്ങളോട് പറയണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ ആഡ് ചെയ്തതാണ്. നമ്മുടെ മൂന്നാമത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാരാജ 2-ൻ്റെയാണ് ഗൈസ്. മഹാരാജ 2-ൻ്റെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് റീസെൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായി. ഞാൻ വായിക്കാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയെന്ന്. പിന്നെ നമ്മുടെ ആട് 3-ൻ്റെ സർട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഗൈസ്. ക്ലീൻ യൂസ് സർട്ടിഫിക്കറ്റാണ് ആട് 3-ക്ക് കിട്ടിയേക്കുന്നത്. പിന്നെ ആടിൻ്റെ ഒരു അപ്ഡേറ്റും കൂടി ഉണ്ട് ഗൈസ്. അതായത് ആടിൻ്റെ ഇത്ര നാളും ഇറങ്ങിയ വീഡിയോ കണ്ടൻസും ബാക്കി എല്ലാ അപ്ഡേറ്റ്സും നമുക്ക് മനസ്സിലായതാണ് അതിനൊരു പാസ്റ്റും ഉണ്ട് പിന്നെ പ്രസൻറ്റും ഉണ്ടെന്ന്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ മിഥുൻ മാനുവൽ തോമസ്, അതായത് അതിൻ്റെ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട് ഫ്യൂച്ചറിൻ്റെ ഒരു ഗ്ലിംസും കൂടി ഉണ്ടാവുമെന്ന്. റീസെൻ്റായിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ പുള്ളി പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അതായത് ചെറിയ രീതിയിൽ ഫ്യൂച്ചറിൻ്റെ കൂടിയും കാണിക്കും എന്നാണ് മനസ്സിലായത്. അപ്പോൾ ഇതിൽ 3 കാലഘട്ടം ഉണ്ടാവും ഗൈസ്. പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചർ ഉണ്ടാവും. പിന്നെ നമ്മുടെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ L366-ൻ്റെയാണ് ഗൈസ്. അതിൻ്റെ ഒരു ലൊക്കേഷൻ സ്റ്റില്ല് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ അത് അടിയിൽ കൊടുത്തേക്കാം. പിന്നെ നമ്മുടെ ധനുഷിൻ്റെ പടത്തിൻ്റെയാണ് ഗൈസ് ഒരു അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ധനുഷിൻ്റെ D56 ഉണ്ടല്ലോ, അതിൻ്റെ ഫീമെയിൽ ലീഡർ റോളിലേക്ക് റുക്മിണി വസന്തായിട്ട് ടോക്സ് നടക്കുന്നുണ്ട്. കൺഫർമേഷൻ വന്നിട്ടില്ല, ടോക്സ് നടക്കുന്നതെന്നാണ് നമുക്ക് റൂമേഴ്സിൽ നിന്ന് മനസ്സിലായത്. പിന്നെ അതിൻ്റെ ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തമേരസൻ, അതായത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ലെബർപന്തില്ലേ ഗൈസ്, കഴിഞ്ഞ വർഷം ഇറങ്ങിയത്, അതിൻ്റെ ഡയറക്ടറിൻ്റെ പടമാണ്. നമ്മുടെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുപ്പിൻ്റെയാണ് ഗൈസ്. കറുപ്പിൽ STR ഒരു പാട്ട് പാടുന്നുണ്ട്. അതിൻ്റെ ഒരു സ്റ്റില്ല് വന്നിട്ടുണ്ടായി ആ ഒരു സ്റ്റുഡിയോയിൽ നിൽക്കുന്നത്. ഞാനപ്പോൾ അത് ഇവിടെ കൊടുത്തേക്കാം ഗൈസ്. നമ്മുടെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു K-ഡ്രാമയുടെയാണ് ഗൈസ്. അതായത് മാർച്ച് 16 റിലീസാകുന്നതാണ്. K-ഡ്രാമയുടെ പേര് വന്നത് ക്ലൈമാക്സ് എന്നാണ്. അതിൻ്റെ ജേണർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ ത്രില്ലറാണ് ഗൈസ്. പിന്നെ അതിൻ്റെ പ്ലോട്ട് പറയുകയാണെങ്കിൽ ഒരു പ്രോസിക്യൂട്ടർ പിന്നെ പുള്ളിയുടെ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻപത്തെ ഒരു ആക്ട്രസ്സാണ്. അപ്പോൾ അവരുടെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എലൈറ്റ് ഗ്രൂപ്പിൽ കയറണം. അതായത് സൗത്ത് കൊറിയയിലെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരുടെ ലിസ്റ്റിൽ അവർക്ക് ടോപ്പിലെത്തണം. അപ്പോൾ അതിനുവേണ്ടി അവർ ചെയ്യണ കാര്യങ്ങളും പിന്നെ അതിൽ അവർക്ക് നേരിടേണ്ട വന്ന പ്രതിസന്ധികളും പിന്നെ അവരതെങ്ങനെ അത് വർക്ക് ചെയ്ത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കും. അവർക്ക് അതിൻ്റെ ഇടയിൽ തന്നെ ബിട്രയലും കാര്യങ്ങളും. അങ്ങനെ മൊത്തത്തിൽ എനിക്കത് വായിച്ചിട്ട് പ്ലോട്ട് വായിച്ചിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയായിരുന്നു. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ അതൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് അത് മനസ്സിലാവുമല്ലോ ഗൈസ്. നമ്മുടെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ദുരന്തർ 2-ൻ്റെയാണ് ഗൈസ്. ദുരന്തർ 2-ൻ്റെ അഡ്വാൻസ് ബുക്കിംഗ് ഓൾറെഡി ഓപ്പൺ ആയതിന് ഞാൻ ഇന്നലെ കഴിഞ്ഞ അപ്ഡേറ്റ്സ് വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ ഗൈസ്. അതിൻ്റെ ഇപ്പോൾ കേരള ബുക്കിംഗ് ഏകദേശം അഡ്വാൻസിൻ്റെ പ്രീസെയിൽ 1 crore കടന്നെന്നാണ് മനസ്സിലായത്. പിന്നെ അതിൽ നമ്മുടെ ഫസ്റ്റത്തെ റിലീസും ഉണ്ടല്ലോ ഗൈസ്. അപ്പോൾ അതിൽ വേൾഡ് വൈഡ് ആയിട്ട് 500+ സ്ക്രീനിലാണ് അത് വരാൻ പോണത്. പിന്നെ നമ്മുടെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വനാഥ് ആൻഡ് സൺസിൻ്റെ ഗൈസ്, സൂര്യയുടെ മൂവിയുടെയാണ്. മാർച്ച് 15 അതിൻ്റെ ഒരു ടീസർ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. 4/3 4/6 എന്ന് അറിയാൻ പാടില്ല ടീസർ വന്നത്. മാർച്ച് 16 ആട്ടെ ഗൈസ്. പിന്നെ നമ്മുടെ അപ്ഡേറ്റ് ഇന്നത്തെ അപ്ഡേറ്റ് അത്രേ ഉള്ളൂ കേട്ടോ ഗൈസ്. ഇന്ന് അധികം അപ്ഡേറ്റും ഇല്ല. വീഡിയോ ഭയങ്കര ഷോർട്ടാണെന്ന് എനിക്കറിയാം. പിന്നെ ഈ വീഡിയോസിൽ എന്താണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് പറയട്ടെ ഗൈസ്. അപ്പോൾ എനിക്കത് പറ്റുന്നതാണെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരാമല്ലോ ഗൈസ്. അധികം വീഡിയോസ് ഇടാത്തതുകൊണ്ടും ഇങ്ങനെ ഈ ഫീൽഡിൽ അധികം വർക്ക് ചെയ്യാത്തതുകൊണ്ടും കുറേ മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ പയ്യെ അത് സോർട്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഇടാൻ നോക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറ്റുമെങ്കിൽ ഒന്ന് പറയട്ടെ ഗൈസ്. അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. താങ്ക് യു, ബൈ.